AVT പ്രീമിയം ടീ. ഈ AVTക്ക് ഇതിലും നല്ല പരസ്യം സ്വപ്നങ്ങളിൽ മാത്രം. ഇതിലും നല്ല പരസ്യമൊന്നും കിട്ടാനില്ല. ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ നമുക്ക് സേവനവാരമാണ് കേട്ടോ. അപ്പൊ സേവനവാരം പ്രമാണിച്ച് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പുറത്തേക്ക് എറിയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വൃത്തിയാക്കി വെക്കുന്നത് എന്നുള്ളത് കാണാം കേട്ടോ. വെൽക്കം ടു മൈ ഹോം. പാത്രമാണോ? അതാണോ? വേണ്ടാത്ത സാധനങ്ങളാണ് ഇത് മൊത്തം വേണ്ടാത്ത സാധനങ്ങൾ കണ്ടോ. അത് മാത്രമല്ല ഇവിടെ വേറെയും കുപ്പികളുമുണ്ട്. വേണ്ടാത്തത് കുപ്പികളിൽ സിറുക്കയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അതും ഡേറ്റ് കഴിഞ്ഞത്. ഇതൊക്കെ കളയാതെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നൊക്കെ. അത്രയും കുറേ ഐറ്റംസ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടുകിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ കേരളത്തിലെ ഉമ്മമാരുടെ ഇത്. വില പിടിച്ച ലക്ഷങ്ങൾ വിലകളുള്ള കാറിൻ്റെ മുകളിൽ ചവിട്ടിയും കീറത്തുണിയും ഒക്കെ ഇതേപോലെ ഇങ്ങനെ ഉണക്കാനിടും. എല്ലാ മലയാളികളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടാവും ഉമ്മമാർ. ചെടി നടാൻ വേണ്ടിയിട്ട് വെച്ച സ്ഥലമാണിത്. ഇവിടെ കിടക്കുന്നതോ ചെരുപ്പുകൾ. ചെടിയൊന്നും അവിടെ നട്ടിട്ടുണ്ടാവില്ല. പകരം ഇവിടെ ചെരുപ്പുകൾ വെക്കാനുള്ള സ്ഥലമായിരിക്കും. ഉമ്മമാര് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് പോയി. വരണ്ടി ഉണ്ടായിരുന്നില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. AVT പ്രീമിയം ടീ. ഈ AVTക്ക് ഇതിലും നല്ല പരസ്യം സ്വപ്നങ്ങളിൽ മാത്രം. ഇതിലും നല്ല പരസ്യമൊന്നും കിട്ടാനില്ല. കണ്ടോ, കവർ വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്നത് പ്രമാണിച്ച്, സേവനവാരം പ്രമാണിച്ച് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി ചെടികളൊക്കെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു. ചെടികൾ നടുന്ന വീഡിയോയും അതിൻ്റെ ഇടയിൽ വരുന്ന കുഞ്ഞു അതിഥികളെയൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്നെ സഹായിക്കാൻ വേണ്ടി കട്ടൊക്കെ കൂട്ടായിട്ട് അല്ലു ഉണ്ട് കേട്ടോ. അല്ലു ഈ വൃത്തിയാക്കുന്ന സാധനം എൻ്റെ അവാർഡ്സും മൊമൻറ്റോസൊക്കെ വെച്ചിട്ടുള്ള ഷെൽഫാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോവും അടുത്ത ഇല്ലി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണാം കേട്ടോ. ഇതാണ് എനിക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു കലാതിലകമാണെന്ന്. ഞാനൊരു കലാതിലകമൊന്നുമല്ല കേട്ടോ. ഞാനൊരു എഴുത്തുകാരിയായിരുന്നു. ഇപ്പം ആയിരുന്നു എന്ന് പറയാൻ കാരണം ഞാനിപ്പം അങ്ങനെ കാര്യമായിട്ട് എഴുതാറൊന്നുമില്ല. ഒരു കാലത്ത് ബുക്ക് പബ്ലിഷ് ചെയ്യലും അതേപോലെ ഇങ്ങനത്തെ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടലൊക്കെ ആയിരുന്നു സ്ഥിരമായിട്ടുള്ള പരിപാടികൾ. 4 ആൾ കൂടുന്നിടത്ത് ചെന്നാലൊക്കെ റഫീനല്ലേ എഴുത്തുകാരിയല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴൊക്കെ ഒരു സുഖമുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ. അത് ഇപ്പോഴാണ് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇപ്പം മറ്റേ മേഘം എന്ന സിനിമയിൽ പറഞ്ഞ പോലെ ഒരു പട്ടിക്കും പൂച്ചക്കും ഇപ്പം എന്നെ തിരിച്ചറിയാൻ അറിയില്ല എന്ന് പറയും. ഇതെൻ്റെ സ്റ്റേറ്റ് അവാർഡാണ് കേട്ടോ, സംസ്ഥാന അവാർഡ് കിട്ടിയത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് വെച്ചത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാൻ അടുത്ത വീഡിയോ ആണ് ഇതിന് മുന്നേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഞാൻ ഷോർട്സ് പോലെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് അയ്യടാ ഞാൻ ഇതേപോലെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ പുസ്തകമായ ഇനിയും വരാത്ത കവിത എന്നുള്ള കവിതാ പുസ്തകത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്കായിരുന്നു ദേശാഭിമാനി പത്രത്തിൽ നിന്ന് ആൾ വിളിച്ചിട്ട് അവാർഡ് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ആരോ എന്നെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്നതാണെന്നാണ്. കോള് കട്ട് ചെയ്തിട്ട് ഒരു സാറിനെ കണ്ട് സാറാണ് എന്നോട് പറഞ്ഞത് അവാർഡ് കിട്ടിയല്ലേ റഫീനാന്ന്. അപ്പം ഞാൻ ശരിക്കും കിട്ടിയോ? എന്നിട്ട് ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറോട് പോയിട്ട് പറഞ്ഞു സാർ എനിക്ക് അവാർഡ് കിട്ടിയെന്ന് തോന്നുന്നു എന്നാണ്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ വെച്ചിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. സുകുമാർ അഴീക്കോടായിരുന്നു അവാർഡ് തന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് അവാർഡുകളുടെ പെരുമഴക്കാലമായിരുന്നു. ഒരുപാട് അവാർഡുകൾ, മൊമെൻറ്റോകൾ, അങ്ങനെ എല്ലാ പാർട്ടിക്കാരുടെയും ഓരോ സംഭവങ്ങൾ വീതം എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞിട്ടുണ്ട്. BJP അപ്പോഴൊക്കെ ഞാൻ ക്യാമ്പിന് പോവുക, പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കുക, പുതിയ കൂട്ടായ്മ സൃഷ്ടിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഇഷ്ടങ്ങളും വിനോദങ്ങളും ഒക്കെ. യാത്ര ചെയ്യുക, ഒരുപാട് ആൾക്കാരെ കാണുക. പക്ഷേ ഇപ്പോൾ എന്തോ കൊണ്ട് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇപ്പോൾ ഒരാളോട് സംസാരിക്കാൻ, സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോട് പോലും ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരു ശീലം ഇപ്പം ഇല്ല. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് ഞാൻ ആരാണ് എന്താണ് എന്നൊന്നും നോക്കാണ്ട് ഞാൻ വായി തോന്നിയത് അങ്ങോട്ടേക്ക് പറയും, സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വിരലിൽ എണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ വീഡിയോ പറഞ്ഞ് എൻ്റെ അവാർഡും ഫംഗ്ഷനൊക്കെ ആയി, വീഡിയോ തീരാറുമായി. നിങ്ങളെ വീട്ടിലും ഇതേപോലെ ഒരു ദിവസം സേവനവാരം ആചരിച്ചു നോക്കട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതേപോലെ പുറത്തേക്ക് തനിയെ പോകുന്നത് കാണാം. അപ്പോൾ അടുത്ത മറ്റൊരു നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.